നമസ്തേ. യതീഷയുടെ ഒത്തിരി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കറിയാം, നമ്മളെപ്പോഴും ലോങ് ടേം ക്ലാസ്സുകളാണ് എപ്പോഴും എടുത്തിട്ടുള്ളത്. അത് നവദുർഗ തുടങ്ങി നമ്മൾ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ദേവി മഹാത്മ്യം ഒക്കെ നമ്മൾ വളരെ വളരെ ലെങ്തിയുള്ള ക്ലാസ്സുകളാണ്. അപ്പം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേരുടെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ യതീഷ് മുന്നോട്ട് വയ്ക്കുന്ന ആഗ്രഹം അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ ഇവിടെ വന്ന് പഠിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായതോടൊപ്പം തന്നെ അങ്ങനത്തെ സാധ്യതയില്ലാത്ത ഒത്തിരി പേര് ഇന്ന് സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ആത്മീയ സംസ്കാര മേഖലയിൽ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നമുക്കുണ്ട്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്കൊരു 100 പേരെങ്കിലും മിനിമം ഇത് പഠിപ്പിക്കാൻ തയ്യാറാക്കുന്ന ഒരു വലിയ കർമ്മ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഒരു ക്ലാസ്സാണ് അർഗളം. അതെന്തുകൊണ്ടാണ് അർഗളം എന്ന് ചോദിച്ചാൽ അത് പ്രീവിയസ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ബുക്കിൻ്റെ കണ്ടൻറ്റ് എന്താണ്, ആ ബുക്ക് എങ്ങനെയാണ് ജനങ്ങളിൽ അല്ലെങ്കിൽ സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന മാറ്റം. അപ്പോൾ ആ ബുക്കിനെ ദേവി മഹാത്മ്യം അറ്റ്ലീസ്റ്റ് വായിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് കുറച്ച് മീനിങ് അറിയുന്ന, അതേപോലെ ലളിതാ സഹസ്രനാമം അത്യാവശ്യം വായിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു പെരിഫറൽ നോളേജെങ്കിലും മിനിമം ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ ക്ഷണിക്കാനുള്ള കാരണം എന്താണ് കൃഷ്ണേട്ടാ? നമ്മൾ എപ്പോഴും എന്നോട് പറയും, അങ്ങ് എനിക്ക് 5 പേര് മതി, 10 പേര് മതി. അതെന്താണ് അങ്ങ് ഇങ്ങനെ? അത് ഈ ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങ് എപ്പോഴും ലിമിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് 2 തരത്തിൽ അധ്യാപനം ചെയ്യാം. കുട്ടികളെയും പഠിപ്പിക്കാറുണ്ട്, വലിയ അറിയും. ഇപ്പം നമ്മളുടെ മുമ്പിൽ അനേകം ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് നോക്കുന്നതാണ്, എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ചെല്ലുക. ഒരു ആചാരം എന്നതിൽ, ഗുരുനാഥൻ എന്നതിൽ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോയി ക്ലാസ് എടുക്കണം. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞൊരു സാധനമാണ്, ഇല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളെ പോലെ ആക്കുന്നതാണ് നമ്മളുടെ കഴിവ്. ഇപ്പോൾ സാറെല്ലാം എന്നെ മുമ്പിൽ നിർത്തിയിട്ടാണ് ക്ലാസ് എടുപ്പിച്ചിരുന്നത്. സാറിൻ്റെ ക്ലാസ്സല്ല ഞാനാണ് എടുത്തിരുന്നത്. ഇപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് യതീഷയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ സ്ഥിരം പറയുന്നൊരു സാധനമാണ്, ഒരു 15 പേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ പുസ്തകം ഞാൻ പഠിപ്പിക്കുമെന്ന് നോക്കൂ. അടുത്ത പ്രാവശ്യം ഞാൻ പഠിപ്പിച്ച 15 പേരിൽ ആ 15 പേര് മുമ്പിലിരുന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടാവും, ഞാൻ പുറകിൽ നിന്നാൽ മതി. തീർച്ചയായും. അപ്പോൾ ഒരു ഗുരുനാഥൻ ഈ പുസ്തകം പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ 15 പേരെ എനിക്ക് ഓരോ വാക്കുകളും പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണ് മറ്റൊരാളെ പഠിപ്പിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കുന്നത് ഭയങ്കര ഈസിയാണ്, പക്ഷെ അതിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് എങ്ങനെ പഠിപ്പിക്കണം എന്നും കൂടെ പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് 100 പേര് പറ്റില്ല. 15 പേരെ നമ്മളാക്കാം. ആ അടുത്ത 15 പേര് മുമ്പിലേക്ക് വരട്ടെ. അതെ. അപ്പോൾ നമ്മൾ പുറകിൽ നിന്നാൽ മതി. അതിപ്പോൾ അങ്ങ് 100 പേരെന്ന് പറയുമ്പോൾ ഞാൻ 15 പേരെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമുക്ക് ചുറ്റും ഇരുന്ന് നമ്മളുടെ മുമ്പിൽ തന്നെ ഇരുന്ന് അവരെ സ്ട്രോങ് പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനിടെ ഞാൻ 15 വരെ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ 30-40 പേര് വരുമ്പോൾ ഓരോ വ്യക്തികളിലെയും നമ്മൾ നോക്കാനായിട്ട് നമുക്ക് പരിമിതിയുണ്ട്. നമുക്ക് ട്രെയിനിങ് മാത്രമല്ല, നമുക്ക് പ്രശിക്ഷണവും കൂടെ വേണം. ശിക്ഷണം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്, നമുക്കത് പോരാ. പ്രശിക്ഷണമാണ് ഇവിടെ പ്രമാണം. പ്രശിക്ഷണം എന്ന് പറയുന്നത് എനിക്കൊന്ന് അറിയാത്തവർക്ക് പറയാം, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾ ദേവിയെ കണ്ട്, അല്ലെങ്കിൽ ദേവീനെ എങ്ങനെയാണോ ഒരു കൺസീവ് ചെയ്തത് അതിൽ നിന്ന് മാറി അതിന് ശാസ്ത്രീയമായും നിരുക്തപരമായും എന്താണ് അതിൻ്റെ ആക്ച്വൽ കണ്ടൻറ്റ് എന്ന് മനസ്സിലാക്കി, പിന്നെ നമ്മൾ സ്വയം മനസ്സിലാക്കി, പിന്നെ നമുക്കത് മറ്റുള്ളവർ മനസ്സിലാക്കും. ഇപ്പോൾ നോക്കൂ, ഒരാൾക്ക് ഇപ്പോൾ അങ്ങ് ഈശ്വരൻ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങേക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടി വന്നിട്ട് അമ്മ എന്താ ഈശ്വരൻ എന്ന് ചോദിച്ചാൽ അവർക്ക് ആ ഓരോ വ്യക്തികൾക്കനുസരിച്ച് അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോഴല്ലേ നമുക്ക് സമൂഹത്തിലേക്ക് വിടാൻ പറ്റുള്ളൂ. എത്ര ആളുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും? അങ്ങ് തന്നെ പറയൂ, കേരളത്തിലൊരു 4 കോടി ജനങ്ങൾ പ്രേം എന്ന് പറഞ്ഞ വ്യക്തിക്ക് എവിടേക്ക് ഓടാൻ പറ്റും? അതിന് പകരം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 15 അമ്മമാരായിക്കോട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന ഒരാൾ വന്നാൽ നമുക്ക് 15 പേരെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അവർക്ക് വേണ്ടത് അവർക്ക് മനസ്സിലാവണം. അതിനുശേഷം താൻ മനസ്സിലാക്കിയത് എന്താണോ അത് മറ്റൊരാൾക്കും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് പ്രശിക്ഷണം. മറ്റേത് അധ്യാപനം മാത്രമാണ്. ഞാൻ പറയും, നമുക്ക് പ്രശിക്ഷണമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 100 പേര് മതിയാവും. പിന്നെ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച 100 പേരാണ്. അപ്പോൾ ആ 100 പേരിലേക്കായിട്ട് നമ്മൾ ഈ വരുന്ന 14, 15, 16 നമ്മൾ ക്ലാസ് നിശ്ചയിച്ചിട്ടുള്ളത്. പരിപൂർണമായി ഓഫ്ലൈൻ ബാച്ചാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സമയം, അല്ലേ, നിങ്ങൾക്ക് കൃത്യമായി, കാരണം ഈ ക്ലാസ് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പറയാം, ഈ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിന് പരിപൂർണമായി മാറ്റിമറിക്കും. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്ലാസ് തുടങ്ങി അവസാനം വരെ നോട്ട് പോലും നമ്മൾ എഴുതേണ്ടതില്ല. പക്ഷേ അന്ന് പഠിപ്പിച്ച പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഇരിക്കുകയും നമ്മളുടെ ആവശ്യം, നമുക്ക് എവിടെയാണ് അതിൻ്റെ ഒരു ആവശ്യം വരുന്നത്, ആ സമയത്ത് അത് കൃത്യമായി ഓർമ്മ വരികയും ചെയ്യുന്ന രീതിയിലേക്കാണ്. അങ്ങനെയാണ് അധ്യാപനത്തിൻ്റെ ശൈലി. ഇനി ലൈവ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരോട് പറയുന്ന ഒരു മിനിമം റിക്വയർമെൻറ്റ്,
നമ്മൾ സംസാരിച്ചതിന് ശേഷം മാത്രം അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക. അതെ 2 അവർ കണ്ടിന്യൂസ് ഒരു ക്യാമറ ഓൺ ചെയ്തിരിക്കുക, ടൈമിൽ ഉണ്ടാവുക. ഇതൊക്കെ വളരെ നിർബന്ധമായ കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ലിങ്കിൽ കൊടുക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. സാധാരണ എത്ര ദിവസമാണ് അങ്ങ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാറ്? ശരിക്കും പറഞ്ഞാൽ 3 മുതൽ 5 ദിവസങ്ങൾ ഡിപ്പെൻഡ് ഓൺ സബ്ജക്റ്റാണ് സാധാരണ. ഞാൻ സാധാരണ എടുക്കുന്ന 5 ദിവസത്തേക്കാണ് പിടിക്കുക. ഒരു ദിവസം വൈകുന്നേരം വരിക. അപ്പം നമുക്ക് ഈ രാവിലെ വരുമ്പോൾ ഒരു ആരാണ് എന്താണെന്ന് നമുക്ക് അറിയാത്തൊരു സാധനമുണ്ട്. പെട്ടെന്ന് കയറി നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ ഒരു വീട്ടിലെ ടെൻഷനൊക്കെ എടുത്തിട്ടാണ്, അതെ, വീട്ടിലുള്ള ടെൻഷൻ എല്ലാം കൊണ്ടായിരിക്കും നമ്മൾ രാവിലെ 10 മണി എന്ന് പറഞ്ഞ് കയറി വരും. അപ്പം ഞാൻ സ്ഥിരം അവരുടെ അടുത്ത് പറയാറുണ്ട് തലേ ദിവസം വരിക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്രഷർ എല്ലാം മാറും, രാവിലെ ഫ്രഷ് ആയിട്ടിരിക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വീട്ടിലെ എല്ലാ പ്രഷറും കൊണ്ടായിരിക്കും ക്ലാസ്സിലേക്ക് വരും. അപ്പോൾ ആദ്യത്തെ ക്ലാസ് വിട്ടുപോകും. ആ ക്ലാസ് പോയാൽ പിന്നെ ബാക്കിയുള്ള ക്ലാസ് എല്ലാം പോകും. അതുകൊണ്ട് ഞാൻ സ്ഥിരം പറയാറുണ്ട് തലേ ദിവസം വരിക, വൈകുന്നേരം വരിക, അടുത്ത 3 ദിവസം ഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ 4 ദിവസത്തെ വന്നു. 5-ാം ദിവസം നിങ്ങൾക്ക് അന്ന് വൈകുന്നേരം നിന്നിട്ട് എല്ലാ സംശയങ്ങളും തീർത്തിട്ട് പോകാം, അല്ലെങ്കിൽ 5-ാം ദിവസം പോകാം. അല്ലെങ്കിൽ 7 ദിവസം പറയും 5 ദിവസം ഫുൾ ക്ലാസ്, തലേ ദിവസവും ലാസ്റ്റത്തെ നിങ്ങൾ യോജിപ്പിച്ചോളൂ, വരണമെങ്കിൽ പോകാം. ഇങ്ങനെയാണ് ഞാൻ എടുക്കുക. ഇപ്രാവശ്യം വിചാരിക്കുന്നത് വെച്ചാൽ രാവിലെ 9 തൊട്ട് 5 വരെയുള്ള 3 ദിവസം എടുത്താൽ ഈ പുസ്തകത്തിൻ്റെ ബേസിക് നമുക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് വീണ്ടും അവർ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാം. എൻ്റെ മനസ്സ് പറയുന്നത് വെച്ചാൽ നമുക്കൊരു സാധനം ഉണ്ടല്ലോ മനസ്സിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു, അതനുസരിച്ചാണെങ്കിൽ 3 ദിവസം കൊണ്ട് നമുക്കിത് തീർക്കാം. ഡിപ്പെൻഡ് ഓൺ സബ്ജക്റ്റാണ്. പിന്നെ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്, എത്ര ബേസ് അവർക്ക് ഉണ്ടെന്നതനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങേടത്തും പറഞ്ഞത് ദൈവമഹാത്മ്യം ചൊല്ലി പഠിച്ച മിനിമം അവർക്ക് ഒരു അടിസ്ഥാനം ഉണ്ടല്ലോ, ചൊല്ലി ശീലമുള്ള ഒരാളെ കൊണ്ടുവന്നാൽ നമുക്ക് 3 ദിവസം കൊണ്ട് ഇത് ഉറപ്പിക്കാം പറ്റും. അത് ഞാൻ ഇപ്പോഴും പറയുന്നൊരു അധ്യാപകൻ എന്നതിൽ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. 45-46 വർഷമാകുന്നു. ഞാൻ പഠിച്ച ഒരു കുട്ടിയും ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിക്കും പുസ്തകം നോക്കേണ്ടി വരാറില്ല. തീർച്ചയായിട്ടില്ല. അത് എൻ്റെ വാക്കാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ട സമയത്ത് ഓർമ്മ വരും. അനുഭവമാണ് അത് ഇപ്പോഴും പറയുന്നു പറ്റും. എൻ്റെ അല്ല, അത് ആ പരമ്പരകൾ, ഭാരതത്തിലെ പരമ്പരകൾ അങ്ങനെയാണ് പഠിപ്പിച്ചു വന്നിരിക്കുന്നത്. അത് എൻ്റെ ഗുണമുണ്ടാകും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ 3 ദിവസം കൊണ്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പറ്റണം. സന്തോഷം. നമോ നാരായണ. സാധിക്കും.